എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭദ്രകാളി കൂട്ടി വന്നേക്കുന്നത്. അപ്പം ഇത് വന്നിട്ടൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് വന്നിട്ടൊരു ടാഗ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്മസിന് യാതൊരുവിധ മേക്കപ്പും ചെയ്യാറില്ല. ക്രിസ്മസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഇവിടെ അടുത്ത് അങ്ങനെ ഹിന്ദുസ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്രിസ്ത്യൻസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലാണല്ലോ നമുക്ക് ആ ഒരു ഇതൊക്കെ അറിയുള്ളൂ. ഇവിടെ അടുത്തൊന്നും ക്രിസ്ത്യൻസൊന്നും ഇല്ല. പിന്നെ ഇവിടെ കരോളിന് തലേദിവസം കുഞ്ഞു പിള്ളേരൊക്കെ വരും. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് പോകും, മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലല്ല, ആക്ച്വലി ശാന്തിഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലിയേറ്റീവ് കെയറിലായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊറോണയുടെ ഇടയിലുമായി. അല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ക്രിസ്മസിന് എങ്ങനെ സിമ്പിളായും നൈറ്റ് ആയിരിക്കുമല്ലോ കൂടുതലും സെലിബ്രേഷൻസ് ഒക്കെ വരുന്നത്. മീൻസ് രാത്രി ആയിരിക്കുമല്ലോ പാതിര കുർബാനയ്ക്കൊക്കെ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ നൈറ്റ് ടൈമിന് ചേരുന്ന രീതിയിൽ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാന്ന്. ഈ ഒരു ലുക്ക് വന്നിട്ട് നൈറ്റ് നമുക്ക് പോവാൻ പറ്റിയിട്ടുള്ള, നൈറ്റ് ഇതുപോലെ ഒരു മേക്കപ്പ് ഇട്ട് പോവാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടോൺകാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ബയോട്ടിക്കിൻ്റെ നെയിം ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പുതിയൊരു ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. ബയോലൈൻ്റെ ലിപ് ബാമാണ്. ഇതന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൽ പാരബിനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു എന്താ പറയുക, പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. ഇതിന് വന്നിട്ട് 10 ഗ്രാമിന് 30 രൂപയാണ്. പിന്നെ ഞാൻ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബയോട്ടിക്കിൻ്റെ ടോണർ തന്നെയാണ്. ഞാനിതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉണങ്ങുന്ന ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. അതങ്ങനെ തന്നെ ഉണങ്ങണം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ള ഒരു സാമ്പിൾ പാക്കാണ്. നമ്മുടെ മാമ-എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് നല്ല മോയ്സ്ചറൈസറാണ്. മൈൽഡ് സ്മെല്ലൊക്കെയാണ്. ഓയിൽ ഫ്രീ തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ വേർക്കുന്ന പോലെ ഒരു ടെൻഡൻസി എനിക്ക് എപ്പോഴും വരും. ഓയിലി അല്ല, ഇങ്ങനെ വേർത്ത് വരുന്ന പോലെ തോന്നും. ഓയിലി അല്ല കേട്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വേർക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാനിത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് അധികമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റൊക്കെ അധികമുള്ള പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്ലോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ഫേസിലിരുന്നോളും, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ടിഷ്യൂവിനകത്തേക്ക് പോകുന്നോളും. അപ്പം നിങ്ങൾ എടുക്കുന്നത് കുറച്ച് കൂടി പോകാമെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കളർ കറക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളെപ്പോലെ ഡാർക്ക് സ്കിന്നുള്ളവർക്ക് എന്തായാലും ഇതുപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കളർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ കളർ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ലൈറ്റ് ഷെയ്ഡ്, ഒരു റോസ് കളറിലുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ട്, അല്ലെങ്കിൽ കളർ കറക്റ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്താൽ മതി. ഇനി കളർ കറക്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു റോസ് ഓറഞ്ച് കളറിലുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് 20 സ്റ്റേജ് വിയർ ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻ്റെ പിഗ്മെൻറ്റഡ് ഉള്ള സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ മാത്രം ചെറുതായിട്ട് ആ ഒരു കളറൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ഫൗണ്ടേഷൻ ജസ്റ്റ് അവിടെ മാത്രം ഇടുന്നുണ്ട്. അത് എൻ്റെ മറ്റേ വൈബയുടെ ഇത് കഴിയാറായി, അതാണ് ഞാൻ ഇടുന്നത്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ, അവിടെ മാത്രം കേട്ടോ. എൻ്റെ മുഖത്തെ കുത്തും കോമയൊക്കെ ഞാൻ അങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. മീൻസ് അത് കുറച്ചൊന്ന് നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ സ്പഞ്ച് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെ ഞാൻ കോമ്പാക്ട് പൗഡർ ഇടുന്നുണ്ട്. പൗഡർ ഇല്ലാണ്ട് നമ്മുടെ ഓയിലി സ്കിന്നുകാർ പൗഡർ ഇടാതെ ഒന്നും മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പൗഡർ കയ്യിൽ വെച്ചേക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിലിടുന്ന ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ഈ സ്റ്റേ ക്വിക്കിയുടെ കോമ്പാക്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി. ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടമായത് നമ്മുടെ ആ ഒരു 110 രൂപയ്ക്ക് ഡാസിലറിന് വാങ്ങിയിട്ടുള്ള ആ ഒരു ഇതിൽ അത് തന്നെയാട്ടോ എനിക്ക് ഇഷ്ടമായത്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്ക് അത് തന്നെയാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു കളർ ഡിഫറൻസ് കണ്ടോ, ഒരു എന്താ പറയുക, ഒരു പൗഡറി പോലെ തോന്നുന്നില്ലേ? മറ്റേതിടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല. നിങ്ങൾ ചെവിയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വെറുതെ റാൻഡംലി ഇട്ടിട്ടുള്ളൂ. ഇനി ഞാനത് എൻ്റെ സ്പഞ്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യും. സോ അവിടെയൊക്കെ വേറെ കളറായിട്ട് തോന്നുന്നില്ലേ? അപ്പം ഞാൻ എൻ്റെ ആ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു ഈവൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എൻ്റെ അവിടെ എക്സ്ട്രാ ഓയിലി ആവും, അത് കാരണം കുറച്ചും കൂടെ ഒന്ന് ഇച്ചിരി കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഐബ്രോ ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കേട്ടോ, ഒരു ലൈൻ കൊടുത്തപ്പോഴത്തേനും അതിനൊരു ഡെഫിനിഷൻ കിട്ടി. ഇത്ര ചെയ്യുന്നുള്ളൂ. വല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. അത് കാരണം കൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. ഞാനിതിൽ കണ്ണിൻ്റെ ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് ഐ ഷാഡോ ആണോ ഉള്ളത് അതെടുക്കാം. അപ്പം ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടപ്പ് 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 എന്ന് ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എഴുതുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു വാട്ടർ ലൈനിൽ താഴെ എഴുതുന്ന പോലെ തന്നെ മേലെ എഴുതാനായിട്ട് മറന്നു പോകരുത്. ചിലവർക്ക് പേടിയായിരിക്കും മുകളിലത്തെ വാട്ടർ ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു കാണിക്കണ മാതിരി കാണിച്ചാൽ മതി. എന്താ പറയുക, കണ്ണിൻ്റെ ഇങ്ങനെ ഒരു കോർണറിൽ വെച്ചിട്ട് കണ്ണ് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ പോകുന്നുള്ളൂ. കണ്ണിൽ ചിലപ്പോൾ കുത്തിക്കൊള്ളൂ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഞാനൊരു വിങ്ഡ് ഐലൈനർ കൊടുക്കാൻ പോവാണ്. എൻ്റെ ഏതാ മിക്കവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, പക്ഷെ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പം ഞാൻ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ചിലർ വിങ്ഡ് ഐലൈനർ ഇങ്ങനെ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഡയഗണലായിട്ട് നമ്മുടെ പുരുകത്തിൻ്റെ അവിടേക്ക് ഒരു ലൈൻ ഇട്ടിട്ട് അവിടെ നിന്ന് സെൻട്രലത്തെ ആ ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ കൺവീനിയൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണോ ചെയ്യാൻ ഇഷ്ടം അതേപോലെ ചെയ്യുക എളുപ്പത്തിൽ. ഞാൻ ഇങ്ങനെ ഇന്ന പോലെ ഒന്നുമില്ല, എനിക്ക് എങ്ങനെയാണോ പറ്റുക അതേപോലെ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. വാലിട്ട് കണ്ണ് എഴുതി കഴിഞ്ഞാൽ കണ്ണിൻ്റെ വലിപ്പം ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെ ഭാഗത്തും കൂടെ നന്നായിട്ടൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ ലിപ്സ്റ്റിക്ക് എടുക്കുകയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഐ ഷാഡോ ആയിട്ട് ചെയ്യാൻ പോവാണ്. ഇത് വന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല രസമായിരിക്കുമല്ലോ. അവർ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് പുൽക്കൂടൊക്കെ വെച്ചിട്ട് രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് സൂപ്പറായിരിക്കും. ഞാനത് വന്നിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് വന്നിട്ട് ഐലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുള്ള് സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ബോൾസില്ലേ അവിടെ മാത്രമേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് മേലെ ഇപ്പം വന്നിട്ട് ഇതൊരു എന്താ പറയുക ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ ഞാൻ ഈ ഒരു എന്താ പറയുക റോസ് കളർ വെച്ചിട്ട് റോസ് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കണം.
എന്നിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക റെഡും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ആയിരിക്കില്ലേ, അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു കളർ എടുത്തത്. ഞങ്ങളുടെ കയ്യിൽ ഏത് കളറാണുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു പിഗ്മെൻറ്റിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സട്ടിലാക്കി വിടാം കേട്ടോ. ഇത് ഞാൻ ഇത്തിരി എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് കാണുള്ളൂ, നമ്മുടെ ഫോണിലെ ക്യാമറ ആയതുകൊണ്ട്. അപ്പം ഞാനിതിൻ്റെ ഒരു ബാക്കി പോർഷനും കൂടെ ഇങ്ങനെ താഴത്തേക്ക്, ബാക്കിയുള്ളത് മാത്രം ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. രാത്രിയൊക്കെ ആയ കാരണം കണ്ണിങ്ങനെ കുറച്ച് നല്ല പോപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതുപോലെ കുഞ്ഞൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടോ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ആ സെയിം റെഡ് കളർ എടുത്ത് ലിപ്സിൽ അപ്ലൈ ചെയ്യാണ്. ഇത്രയും ബ്രൈറ്റ് ആണെങ്കിലും നല്ല സ്യൂട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഡാർക്ക് സ്കിൻ ടൈപ്പിനൊക്കെ നല്ല സ്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഇതെനിക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ബ്രൈറ്റായ പോലെ തോന്നി, നല്ല ബ്രൈറ്റായിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ അതേപോലെയൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഇടാം. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലിപ്പ് ലൈൻ ചെയ്തു. ഇത് വന്നിട്ട് സ്മിറ്റ് എന്ന് വാങ്ങിയത് തന്നെയാണ്. ഇത് നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ ആ ഒരു കളറിനൊന്ന് കുറച്ചൊന്ന് സെറ്റിലാക്കി വിടും. എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ഗ്ലോസി പോലെ നിൽക്കുന്നത് ഇഷ്ടമല്ല. മാറ്റ് ഇടുമ്പോൾ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ള ചുണ്ടിൽ നിൽക്കുന്ന ബാക്കിയുള്ളത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് എടുത്തു. അപ്പോൾ നല്ല സൂപ്പറായി. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫിനിഷിങ്ങും കൂടെ തോന്നും കേട്ടോ. അപ്പം ഇത് ഈ ഒരു കളറും കൂടിയും ഈ ഐ ഷാഡോ ആയിട്ട് മാച്ച് ആവുന്നില്ല. അപ്പം ഞാൻ ഇത് നേരത്തെ വെച്ചിട്ടുള്ള ആ റോസ് ഐ ഷാഡോ ഇല്ലേ, അതെടുത്ത് ചുണ്ടിൻ്റെ ആ ഒരു തുമ്പത്ത് മാത്രം, അതായത് സെൻറ്ററിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു നൈറ്റ് ടൈം മേക്കപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലുള്ള സെയിം ഒരു വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട്, വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ചുണ്ടിൻ്റെ മേലെയും അതുപോലെ ഭാഗത്ത്, അതായത് ആ ടീ സോൺ ഇല്ലേ, അവിടെയൊക്കെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് വന്നിട്ട് കുറച്ചൊരു ഗ്ലോസി പോലെയും അതുപോലെ തന്നെ ഇങ്ങനെ നല്ല തിളക്കത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു എന്താ പറയുക, ഹൈ എൻഡ് പോയിന്റിൽ ഇങ്ങനെ ഒരു നല്ല ഗ്ലോസി തിളക്കം പോലെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓൾസോ ബ്ലഷ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അത്ര എന്താ പറയുക വൃത്തികേടായിട്ടൊന്നും തോന്നില്ല കേട്ടോ. നല്ല സൂപ്പർ, നല്ല എന്താ പറയുക നാച്ചുറലായിട്ട് തന്നെയാണ് തോന്നുള്ളൂ. നമുക്ക് മേക്കപ്പ് ചെയ്തതിലാകെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടതാണ് കുറച്ചും കൂടെ പോപ്പപ്പായിട്ട് കാണാം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലൊരു ഷോളൊക്കെ ഇട്ടിട്ടായിരിക്കും ഒരു പാതിര കുർബാനയ്ക്കൊക്കെ പോവുക ക്രിസ്ത്യൻസ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീമിലാണ് ഞാൻ ഈ ഒരു വെള്ള ഇട്ടിട്ട് വന്നിട്ടുള്ളത്. പിന്നെ മുടി ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സൈഡിലൊരു ബണ്ണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ വെറുതെ അഴിച്ചിട്ട് വന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. അതുവരേക്കും